ഇപ്പോഴും ക്യുട്ടിക്യൂറ ചോക്ലേറ്റ് പരുവത്തിലാണെങ്കിലും പ്രായം കൊണ്ട് പക്വതയുള്ള നേതാക്കൾ ഇപ്പോൾ ഇത്തരം സമരമാർഗങ്ങൾ ഏറ്റെടുക്കില്ല. അവർ നിരാഹാര സമരമേ തിരഞ്ഞെടുക്കൂ. മാത്രമല്ല, നൂൽ നൂൽക്കുന്ന ഗാന്ധിജിയുടെ ചിത്രത്തിൻ്റെ സ്ഥാനത്ത് ഒരു ഉളുപ്പുമില്ലാതെ സ്വയം കയറിയിരുന്ന് പ്രതിച്ഛായ ഉണ്ടാക്കുന്ന വിഡ്ഢിത്തങ്ങളെക്കാൾ നല്ലത് ഗാന്ധിജിയുടെ സ്മരണ വിദൂരത്തിലെങ്കിലും ഉണ്ടാക്കുന്ന നിരാഹാര സമരത്തിൽ പങ്കെടുക്കലല്ലേ. അതുകൊണ്ട് മറ്റൊരു നിരാഹാര പന്തലും ഉയർന്നു. വിടർന്ന ചിരിയോടെയുള്ള മറ്റൊരു നിരാഹാരം. ശ്രീലക്ഷ്മി വിലാസമായ SFIയോട് പരിതാപം പറഞ്ഞുള്ള കെ മുരളീധരന്റെ നിരാഹാരം. നാരായണൻ നായർ സാറിനെ എല്ലാവരും സമാധാനം എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്ത കോളേജിനെ ഒരു കുക്കറി ഷോ ആക്കാൻ നോക്കിയപ്പോൾ മാത്രമാണ് ഇവിടെ വിദ്യാർത്ഥികളെതിരായിട്ട് ദൗർഭാഗ്യം. അത് മാത്രമല്ല, അത് ഉണ്ടാക്കുന്ന പലതും എന്നും കഴിച്ചാണ്ടല്ലോ പരലോകത്തേക്ക് പാസ്പോർട്ടിന് വിസ അടിക്കുന്നതിന് തുല്യ. ഞാൻ അതിന്റെ കാര്യങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നില്ല. പക്ഷെ എനിക്ക് ഏറ്റവും സങ്കടം നമ്മുടെ SFIക്കാരെ കുറിച്ച്. എത്രയോ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയവരല്ലേ നിങ്ങളുടെ പൂർവികരൊക്കെ. നിങ്ങൾക്കൊക്കെ അടിയുടെയും ചോരയുടെയും കഥയില്ലേ നിങ്ങളുടെ പല പഴയ ആളുകൾക്കും പറയാനുള്ളത്. അങ്ങനെയുള്ളൊരു സംഘടന ഒരു ലക്ഷ്മി വിലാസം സംഘടനയായി എന്നത് തികച്ചും ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ്. തെല്ല സാറ് പറഞ്ഞ പോലെ നിയമം പഠിപ്പിക്കുന്ന ഒരു കോളേജിന്റെ തലപ്പത്തിരുത്താവുള്ളൂ. അതേ ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ. അതാ ഇവിടുത്തെ വിദ്യാർത്ഥികൾ ചോദിക്കുന്നത്. ഇത് ഏകപക്ഷീയമായിട്ടൊരു ധാരണ ഉണ്ടാക്കിയിട്ട് പറയുന്നത് കോളേജ് തുറക്കുമ്പോൾ വിദ്യാലയത്തിലേക്ക് കടന്നു ചെല്ലുന്ന വിദ്യാർത്ഥികളെ മുഴുവൻ അടിച്ചു നിരപ്പാക്കും, സമരം ചെയ്യുന്നവരൊക്കെ അടിക്കും, തല ഒട്ടിക്കും എന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ ഈ പ്രദേശത്തിന്റെ ജനപ്രതിനിധി എന്ന നിലയിൽ പറയാൻ ഇവിടെ ഏറ്റവും വലിയ വികസനം നടത്താൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടമാണ്. കുറെ വികസനം നടന്നു. കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അണ്ടർ ബൈപ്പാസിന്റെ നിർമ്മാണം ഉൾപ്പെടെ ബഡ്ജറ്റിലെ വകയിരുത്തി ഈ സർക്കാർ അംഗീകരിച്ച് വർക്ക് തുടങ്ങുന്ന നേരത്ത് വികസനം ആഗ്രഹിക്കുന്ന പേരുക്കടയിൽ എല്ലാ ദിവസവും നടക്കുന്നത് മനുഷ്യ ചോരയല്ലേ ഇവിടെ വീണുകൊണ്ടിരിക്കുന്നത്. വ്യത്യസ്ത രാഷ്ട്രീയ വീക്ഷണങ്ങൾ ഉണ്ടാവാം, പക്ഷെ എല്ലാവരുടെയും ചോരയുടെ നിറമൊന്നാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ പേരുക്കടയിൽ എത്രയോ രാഷ്ട്രീയ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച സ്ഥലം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശം ഇവിടെ എല്ലാവരും വിചാരിച്ചു അടി നടക്കുന്ന വിചാരിച്ചു. ഇവിടെ പോലീസൊക്കെ വന്നിങ്ങനെ ഇവിടെ നിരന്ന് നിൽക്കുകയായിരുന്നു. കാരണം ഒരു ശക്തമായ ത്രികോണ മത്സരം നടന്ന നിയോജക മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമാപനത്തിന് എല്ലാ മാധ്യമങ്ങളും അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും സംഘർഷം ഉണ്ടാകുന്ന വിചാരിച്ചിരിക്കുകയായിരുന്നു. ഒരു സംഘർഷമൊന്നും ഉണ്ടായില്ല. ഇവിടെ എല്ലാവരും സമാധാനം ആഗ്രഹിക്കുന്നവരാ. ആ സ്ഥലത്ത് ഇന്ന് നടക്കുന്നത് എന്നും അടിയും ടിയർ ഗ്യാസ് ഷെല്ല് പൊട്ടിക്കലും. ഇന്നലെ എത്ര ഷെല്ല് പൊട്ടിച്ചു? 12 എണ്ണം പൊട്ടിച്ചിട്ടും തീർന്നില്ല എന്നാ പറയുന്നത്. എല്ലാ ദിവസവും ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് എന്ത് പറയുമ്പോഴും ഒരു BJPയെ കാണിച്ച് പേടിപ്പിക്കലുണ്ട്. ഞങ്ങൾക്ക് ആരും പേടിയൊന്നുമില്ല. മാർക്സിസ്റ്റുകാര് പേടിയുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി. എന്ത് പറഞ്ഞാലും അതാ ഇവിടെ അക്കാഡമിയിലെ കോലീബി സഖ്യം അത് ASF കൂട്ടുനിൽക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എല്ലാ കാലത്തും നിങ്ങൾ ആരിപ്പോഴും സഹായിക്കുന്നില്ല. ആഭ്യന്തര വകുപ്പിന് ഏറ്റവും അധികം സഹായിക്കുന്നത് ഇവിടെ സംഘപരിവാറിനെയല്ലേ. ഞാൻ രാഷ്ട്രീയത്തിലേക്ക് കിടക്കില്ല, ഞാൻ അവിടെ രാഷ്ട്രീയം പറയാൻ ഉദ്ദേശിക്കുന്ന ആളല്ല. പക്ഷേ എന്ത് പറയുമ്പോൾ ഒരു BJPയെ കാണിച്ച ആൾക്കാരെ പേടിപ്പിച്ചിട്ട് നിങ്ങൾ ഇംഗീതം നടപ്പാക്കാനാണ് ഭാവമെങ്കിൽ അത് ഈ മണ്ണിൽ ചെലവാവില്ല എന്ന് പറയാൻ ഈ സന്ദർഭം ഉപയോഗിക്കും. അവിടെ മാനേജ്മെന്റ് ഒരു കാര്യം സൂചിപ്പിച്ചു. മാനേജ്മെന്റ് പറഞ്ഞത് അങ്ങനെ വിദ്യാർത്ഥികൾ പറയുന്ന കേട്ട് പ്രിൻസിപ്പൽമാർ രാജിവെച്ച ചരിത്രം ഉണ്ടോന്ന. ഞാൻ തിരിച്ചൊരു വിനയപൂർവ്വം ഒരു കാര്യം ചോദിക്കുകയാണ്. ഈ അക്കാഡമിയുടെ ഭൂമി നിങ്ങൾക്ക് നൽകുമ്പോൾ അന്നത്തെ കരാർ എന്തായിരുന്നു? അന്ന് ആരായിരുന്നു ചീഫ് പാട്രൺ? ആയിരുന്നു കേരള ഗവർണർ.
പേട്ടൺ ആരായിരുന്നു സംസ്ഥാന മുഖ്യമന്ത്രി? ഒറ്റ ചോദ്യം ഞാൻ ചോദിക്കുന്നുള്ളൂ. റിട്ടയർഡ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് കൂടിയായ കേരള ഗവർണർ ശ്രീ പി സദാശിവമാണോ ഇന്നത്തെ ഇതിന്റെ മുഖ്യ രക്ഷാധികാരി? സഖാവ് പിണറായി വിജയനാണോ ഈ സ്ഥാപനത്തിന്റെ രക്ഷാധികാരി? അന്ന് എഴുതിയ നിയമങ്ങൾ നിങ്ങൾക്ക് ലംഘിക്കാമെങ്കിൽ വിദ്യാർത്ഥികൾ പറഞ്ഞാൽ പ്രിൻസിപ്പലിനും രാജിവെക്കാം. ഒരു നിങ്ങൾ ഇല്ലാത്തൊരു കീഴടക്കം നിങ്ങൾ ഉണ്ടാക്കിയല്ലോ. സംസ്ഥാന ഗവർണർ, മുഖ്യ രക്ഷാധികാരിയും മുഖ്യമന്ത്രി രക്ഷാധികാരിയും ജഡ്ജിമാരൊക്കെ രക്ഷാകർത്താക്കളൊക്കെ ആയിട്ട് നിങ്ങൾ ഉണ്ടാക്കിയ ആ ഭൂമിയാണല്ലോ ഇന്ന് ഒരു കുടുംബ സ്വത്തായിട്ട് മാറിയത്. ഞങ്ങൾ ഒറ്റ കാര്യം ഇവിടുത്തെ MLA നിലയ്ക്ക് ഞാൻ പറയുകയാണ്, വികസനത്തിന് വേണ്ടി ഒരുപാട് ആഗ്രഹിക്കുന്ന പ്രദേശമാണ്, സ്ഥലം കിട്ടാത്ത പ്രശ്നമാണ്. കഴിഞ്ഞ ഇലക്ഷൻ കാലത്ത് എന്നോട് ചോദിച്ച ഒരു ചോദ്യം, നിങ്ങൾ റോഡും പാലൊക്കെ ഉണ്ടാക്കി ശരിയാണ്, പക്ഷെ ആർക്കെങ്കിലും പണി കൊടുക്കുന്ന സ്ഥാപനം തുടങ്ങിയെന്നാ ചോദിക്കും. സ്ഥാപനം തുടങ്ങാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, ഒരു വ്യവസായ പാർക്ക് തരാമെന്ന് പറഞ്ഞപ്പോൾ വയ്ക്കാൻ സ്ഥലം ഉണ്ടായില്ല. അപ്പൊ അതുകൊണ്ട് വികസനത്തിന് ഞങ്ങൾക്ക് 10 ഏക്കർ കിട്ടിയാൽ വളരെ സന്തോഷമാണ്. അതുകൊണ്ട് ആ ഭൂമി കിട്ടുക. 3 ഏക്കർ നിങ്ങൾക്ക് ഉണ്ടല്ലോ, ഇവിടെ റിസർച്ച് നടത്തിക്കോ എന്ത് വേണമെങ്കിൽ നടത്തിക്കോ, ഒരു കുഴപ്പമില്ല. എന്ത് റിസർച്ച് നടത്തിയെന്ന് ഞാൻ പറയുന്നില്ല. ഇത്രയും നല്ല ഒരു കോളേജ്. അരിയാഹാരം കഴിക്കുന്ന മലയാളികളുടെ മുമ്പിൽ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള നിരാഹാര സമരങ്ങൾ തുടരട്ടെ എന്ന ആശംസകളോടെ ഡെമോക്രസി നിർത്തുന്നു. നല്ല വാക്കുവതുവാൻ ത്രാണിയുണ്ടെങ്കിൽ നാളെ വീണ്ടും കാണാം. നമസ്കാരം.